എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സദൃശ്യവാക്യങ്ങൾ 18 അധ്യായത്തിൻ്റെ 21 വാക്യം. സദൃശ്യവാക്യങ്ങൾ 18:21. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. എന്നും പ്രോത്സാഹിപ്പിക്കുകയും പണിതെടുക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് ഒരു ദൈവ പൈതലിനോട് ദൈവവചനം സംസാരിക്കുന്നത്. ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന വൈവിധ്യമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് തക്കതായ വാഗ്ദത്തങ്ങൾ നൽകി തിരുവചനം അദ്ദേഹത്തെ മുൻപോട്ട് നയിക്കുന്നു. അവ ഏറ്റെടുക്കാനും ഏറ്റുപറയാനും വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. എബ്രായർ 11 അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഹാനോക്ക് മുതലുള്ള വിശ്വാസികളുടെ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വർണ്ണിച്ചിട്ട് ഇടയ്ക്ക് 13 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവരുടെ തുടക്കവും അവസാനവും വിശ്വാസത്തിൽ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ വാഗ്ദത്തങ്ങളെ ദൂരത്ത് നിന്ന് കണ്ട് ഉറപ്പ് പ്രാപിച്ച് ആലിംഗനം ചെയ്ത് ഏറ്റുപറഞ്ഞ് അവസാനിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അതായത് അവർ ലക്ഷ്യബോധമുള്ളവരായിരുന്നു എന്നതാണ് അർത്ഥം. രക്ഷിക്കപ്പെടാനുള്ള വ്യവസ്ഥ തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സത്യം. ഒരു കുഞ്ഞ് വളരെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ, അതായത് വളരുന്ന സമയത്ത് അവനോട് സ്നേഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞ് ശീലിപ്പിക്കുകയാണെങ്കിൽ ക്രമേണ അവൻ അനുഗ്രഹിക്കപ്പെടും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. നേരെ മറിച്ച് നിന്ദയുടെയും ശാപത്തിൻ്റെയും വാക്കുകൾ കേട്ട് വളരുന്ന കുഞ്ഞിൻ്റെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ നിഷേധാത്മകമായ സമീപനമുണ്ടാവും. നാം എല്ലായ്പ്പോഴും ഏറ്റുപറയാനായി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എബ്രായർ 13:6 നാം കാണുന്നു: ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന വാഗ്ദത്തം ഓർപ്പിച്ചിട്ടാണ് ഇങ്ങനെ പറയാൻ നമ്മോട് പറയുന്നത്. വീണ്ടും വചനം പറയുന്നത് നമ്മുടെ യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനായി ആകാശത്തിൽ കൂടെ കടന്നുപോയവനായതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അതുകൊണ്ട് നാം ഏറ്റുപറയുന്ന വാക്കുകൾക്ക് ദൂരവ്യാപകമായ അർത്ഥവും വ്യാപ്തിയുമുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും എന്നൊക്കെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് നമ്മുടെ കഴിവുകേടും ഗതികേടും സാഹചര്യങ്ങളുമെല്ലാം നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നാം തന്നെ ചെയ്തേ മതിയാകുകയുള്ളൂ. ദൈവവചനത്തിൽ തന്നോട് തന്നെ സംസാരിക്കുന്ന ചിലരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹവും ശാപവും വാക്കുകൾ കൊണ്ട് നേടിയെടുത്തവർ അനേകരാണ്. സംഖ്യാപുസ്തകം 14:20 ഇസ്രായേൽ മക്കളെക്കുറിച്ച് കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം സംഖ്യ 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാൻ നാടിന് അടുത്തെത്തി. ഇന്നത്തെ കണക്കനുസരിച്ച് 200 കിലോമീറ്റർ അടുത്തെത്തി. ഇന്ന് കാറിലാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാവുന്ന ദൂരം.
മോശ ആ സമയത്ത് 12 പേരെ കനാൻ ദേശം ഒറ്റുനോക്കാൻ അയച്ചു. പോയതിൽ 2 പേർ തിരിച്ചു വന്ന് ദേശത്തെക്കുറിച്ച് വളരെ നല്ല റിപ്പോർട്ടാണ് കൊടുത്തത്. പക്ഷേ 10 പേർ അവിടെയുള്ള അനാക്യ മല്ലന്മാരെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അവിടെയുള്ളവരെ ജയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി എന്ന് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. പക്ഷേ കാലേബും യോശുവയും മാത്രം ജനത്തെ ധൈര്യപ്പെടുത്താൻ ശ്രമിച്ചു. നാം അത് കൈവശമാക്കുക, നമുക്ക് അത് ജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ 10 പേർ പറഞ്ഞതാണ് ജനം സ്വീകരിച്ചത്. അവർ പെറുപെറുക്കാനും കരയാനും തുടങ്ങി. അവർ പറഞ്ഞത്, ഞങ്ങൾ മിസ്രയീം ദേശത്ത് വെച്ച് മരിച്ചുപോയി എങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തിന് അനുസൃതമായി ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനഃശാസ്ത്രപരമായും ദൈവികമായും അങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ടാകണം എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൃഢമൂലമായി മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള വഴികളിലൂടെ ദൈവം തമ്പുരാൻ നമ്മെ നടത്തും. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവിതം ഏറ്റവും വിലയേറിയതാണ്. അതിനെ അത്രമാത്രം കാര്യഗൗരവത്തോടുകൂടി എടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെയിരിക്കും. നമ്മുടെ ജീവിത വഴികളെ കർത്താവ് വിജയത്തിൻ്റെ വഴികളാക്കും. മറ്റുള്ളവർ അടയ്ക്കാം എന്ന് കരുതുന്ന വാതിലുകൾ നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ തുറക്കും. ദൈവം തുറക്കുന്ന വാതിലുകൾ അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇത് ദൈവവചനവും നമ്മുടെ ആത്മവിശ്വാസവും കൂടിച്ചേരുമ്പോഴാണ് സാധ്യമാകുന്നത്. അങ്ങനെയുള്ള ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് രാത്രിയിൽ ലഭിച്ച കൃപകൾക്കായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നാമം ഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും പ്രഭാതത്തിൽ ഉണർത്തിയല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിക്കുന്നു. ഇടറിപ്പോകാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയുടെ ചിറകുകളിൽ മറച്ച് ഭദ്രമായി വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും ആലോചനയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.